കർഷകരും കാർഷിക വൃത്തിയും കളമൊഴിയുന്ന കാലത്ത് കളപ്പുരകൾക്ക് എന്ത് പ്രസക്തി? കൊയ്ത്തുത്സവത്തിന്റെ മഹനീയത ഓണം എന്ന രണ്ടക്ഷരത്തിലേക്ക് ഒതുക്കിയ വർത്തമാനകാലത്ത് കലപ്പയെക്കുറിച്ച് ആർക്കെന്തറിയാൻ, കാളവണ്ടിയെക്കുറിച്ച് എന്തു പറയാൻ? എന്നാൽ കൃഷിയും കിസാനും കാലഹരണപ്പെട്ട ഇക്കാലത്ത് കീശയിൽ നിന്നും കാശുമുടക്കി വിളയും തൊടിയും കാർഷിക ഉപകരണങ്ങളും കളപ്പുരയും അതിൽ നിറയെ വൈവിധ്യമാർന്ന കാർഷിക വിളകളാലും സമൃദ്ധമാണ് ഇവിടം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ വിളയോടി പുതുശ്ശേരിയിലാണ് ഈ കളപ്പുര പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. കൃഷിയും കൃഷിക്കാരും ഉൾപ്പെടുന്ന നമ്മുടെ നാടിന്റെ പഴയ സംസ്കാരത്തെ വരും തലമുറയ്ക്കു കൂടി പങ്കിട്ട് നൽകുക എന്ന ആശയത്തോടെയാണ് ഗോപിനാഥൻ ഈ തൊഴിയും കൃഷിയും കൃഷി ഉപകരണങ്ങളും കളപ്പുരയും കാർഷിക വിളകളും സംരക്ഷിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പൂർണ്ണമായും ഇറങ്ങിത്തിരിച്ചതോടെ ഈ കളപ്പുര ഒരു കാർഷിക സർവകലാശാലയായി മാറിയിരിക്കുന്നു. കാരണം കൃഷിയെയും കാർഷിക വൃത്തിയെയും സംബന്ധിക്കുന്നതെന്തും ഇവിടെ കാണാം. സ്കൂൾ കുട്ടികൾ മുതൽ ഗവേഷകർക്ക് വരെ വിവിധങ്ങളായ കാർഷിക പഠനകാര്യങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ഇവിടം. നൂറ്റാണ്ട് പഴക്കമുള്ള കളപ്പുരയും കൃഷിയിടവും തൊഴുത്തുമാണ് ഇന്നു കാണുന്ന രീതിയിൽ ഒരു കാർഷിക സർവകലാശാലയായി പുനരുദ്ധരിച്ചിരിക്കുന്നത്. ഇപ്പം മകനാണ് കൃഷി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 50 വർഷം നോക്കി, അത് കഴിഞ്ഞപ്പോൾ വലിയ ടൈപ്പ് മകൻ നോക്കണം. ഞാൻ കൃഷി തുടങ്ങിയിട്ട് 50 വർഷവും. ഞാൻ അതിന് മുമ്പ് എൻ്റെ അച്ഛൻ, അതിൻ്റെ മുമ്പ് മുത്തച്ഛൻ, അതിന് ശേഷം ഗോപി. തെങ്ങ്, കവുങ്ങ്, കൊക്കോ, മൂച്ചി, പ്ലാവ്, നെല്ല് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സ്വാമിനാഥ മന്നാടിയാരുടെയും ഭാര്യ ലീലാവതിയുടെയും ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ കളപ്പുരയും 15 ഏക്കർ സ്ഥലവും. വെറുപ്പ് തോന്നില്ല, മനസ്സിന് വെറുപ്പ് തോന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ പെരുമാറി കൃഷിയിലൊക്കെ അന്വേഷിച്ചും നോക്കിയിട്ടും പറഞ്ഞിട്ടും അവരെ കൊണ്ട് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ സമാധാനമുണ്ട് മനസ്സിന്. ഇവിടെ കൃഷി കൊക്കോ, കുരുമുളക്, നെല്ല്, തെങ്ങ്, അടയ്ക്ക എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, അടുക്കള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. മുരിങ്ങ, വഴുതിനിങ്ങ, വെണ്ടയ്ക്ക, പയറ്, ചീര, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കിട്ടുന്നുണ്ട്. കൃഷിയെ പറ്റിയിട്ടുള്ളതൊക്കെ അച്ഛൻ്റെ തന്നെ കിട്ടിയിരിക്കുന്നു. കുട്ടിക്കാലം തൊട്ട് ഇവിടെ ഇതിനുള്ളിൽ കിടന്ന് പെരുമാറിയതുകൊണ്ട് അതിനെപ്പറ്റി നല്ലോണം അറിയും. അപ്പോൾ ജോലി കഴിഞ്ഞാലും വന്ന് 2-3 കൊല്ലമായി വന്ന് ഇവിടെ ഓരോന്നും നോക്കി നോക്കി അങ്ങനെ പഠിച്ച് അതിന് വലിയ ഇൻട്രസ്റ്റ് ആയി. ഇപ്പോൾ ഈ കൃഷിയിടവും കളപ്പുരയും നോക്കി നടത്തുന്നത് എഞ്ചിനീയർ ഗോപിനാഥനും കുടുംബവുമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കർഷക കുടുംബത്തെയാണ്. ശ്രീ ഗോപിനാഥൻ സാറും കുടുംബവും. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്? വിഷ്ണു. മോളെ പേരെന്താണ്? ഗോപിക. മാഡത്തിന്റെ പേര്? ശ്യാമള. പെരുമാട്ടി പഞ്ചായത്തിലെ പുതുശ്ശേരി എന്ന സ്ഥലത്താണ് എൻ്റെ കൃഷിസ്ഥലം ഉള്ളത്. അവിടെ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2005 മുതൽ എൻ്റെ അച്ഛന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം അച്ഛനെ സഹായിക്കാനും അച്ഛൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഞായറാഴ്ച ഇവിടെ എത്താൻ നോക്കും. ഒരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ ഇവിടെ വെച്ച ഫ്രൂട്ട്സിന്റെ സാധനങ്ങൾ, ചെടികളും പിന്നെ പൂന്തോട്ടം ഇതൊക്കെ നമ്മൾ ചെയ്താണ്. പിന്നെ പുരാവസ്തു കളക്ഷനും അതിനൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. മോൻ എങ്ങനെയാണ് അച്ഛനെ സഹായിക്കാറ്? ഞാനും ഇങ്ങനെ ആഴ്ചയിൽ വരാറുണ്ട്. വെക്കേഷനൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ ഓരോ ചെടികൾ നടുമ്പോഴൊക്കെ വന്ന് നിൽക്കും. മോളും സഹായിക്കാറുണ്ട് അച്ഛനെ എല്ലാവരും കൂടത്തില്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. എൻ്റെ വീട്ടിലൊരു അടുക്കളത്തോട്ടമുണ്ട്. ഒരാഴ്ചക്കുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ അതിന് കിട്ടാറുണ്ട്. ഞാൻ സ്വന്തമായി ഉണ്ടാക്കണതാണ്. എപ്പോഴും അതിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ കൊടുക്കും.
നൈബേഴ്സ്, മുളക്, കഴിഞ്ഞ കൊല്ലം ക്യാബേജ്, കപ്പയ്ക്ക, കോളിഫ്ലവർ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വളവിനായിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ്. മുന്നൂറ് പറ കണ്ടവും അതിൽ നിന്നും കൊയ്തെടുക്കുന്ന നെല്ലും ഉണങ്ങാൻ കഴിയുന്ന വിശാലമായ മുറ്റവുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നെല്ല് കുത്തുന്നതിനായി പഴയ രീതിയിലുള്ള ഉരലും ഉലക്കയുമാണ് ഉപയോഗിച്ചു പോരുന്നത്. കലപ്പയും കാളവണ്ടിയും ആധുനിക കൃഷി ഉപകരണമായ ട്രാക്ടറുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അഗ്രി മ്യൂസിയം എന്നുള്ള ഒരു മെത്തേഡ്, ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നാൻ കാരണം നമ്മുടെ ഈ കാലഹരണപ്പെട്ടു പോകുന്ന പഴയ കാർഷിക ആയുധങ്ങളെല്ലാം സംഭരിച്ച് അടുത്ത തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി കാണാനും പഠിക്കാനും പറ്റുന്ന ഒരു മ്യൂസിയം ആക്കി മാറ്റാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ 2015 ഏപ്രിൽ എനിക്കൊരു ആശയം തോന്നുകയും അതിനെ തുടർന്നാണ് ഞാൻ ഈ മ്യൂസിയം, അഗ്രി മ്യൂസിയം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അതിന് എനിക്ക് തൊട്ട കർഷകരും ഈ പഞ്ചായത്തിലെ പല പ്രധാനപ്പെട്ട കർഷകരും എനിക്ക് വളരെ സഹായം ചെയ്ത് അവരിലുള്ള പല സാധനങ്ങളും തന്നിട്ടുണ്ട്, അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാണുന്നതിനായി പല സ്റ്റുഡൻസ് പല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കാണുന്നതെല്ലാം കൃഷിമയം. പറ, നാഴി, ചെങ്ങഴി, പത്തായം, കലപ്പ, ഉരൽ, മരപ്പാത്രങ്ങൾ, തവികൾ, തുഴ, മരക്കപ്പി, ചീനഭരണി, കൃഷിക്ക് വെള്ളം തേകുന്ന ജലചക്രം, ഓട്ടുപാത്രങ്ങൾ തുടങ്ങി പുതുതലമുറയ്ക്ക് അപരിചിതമായ സർവ്വ കൃഷി ഉപകരണങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വിവിധതരം കാർഷിക വിളകളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കൊക്കോ, അടയ്ക്ക, തെങ്ങ്, കുരുമുളക്, റംബുട്ടാൻ, അഗസ്ത്യച്ചീര, മുള്ളാത്ത, ആത്തിക്ക, സപ്പോട്ട, ജാതി, ഗ്രാമ്പു എന്നിവയും ഇവിടെയുണ്ട്. 15 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളത്. അതിൽ 5 ഏക്കർ മറ്റേ നാണ്യവിളകളും മറ്റുള്ള താഴെ നെൽകൃഷിയുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നെൽകൃഷി യാതൊരുവിധ രൂപാന്തരങ്ങളും വരുത്താതെ അതേപടി നിലനിർത്തിക്കൊണ്ട് ഈ 5 ഏക്കർ സ്ഥലത്തുള്ള മറ്റുള്ള നാണ്യവിളകൾ കൂടുതൽ ഇടവിളകൾ ചെയ്തുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലാദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് ഒരു കുളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബോർവെല്ല് ഈ പെരുമാട്ടി പഞ്ചായത്തിൽ ഭൂനിരപ്പ് ചിറ്റൂർ താലൂക്കിൽ മൊത്തത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കുളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിലേക്ക് ചെയ്യുന്ന ഒരു സേവനം എന്നതിലുപരി നമ്മുടെ മഴവെള്ളം സംഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു കുളം ആദ്യം 2007 ഉണ്ടാക്കുകയും അതിനുശേഷമാണ് ഈ 5 ഏക്കർ സ്ഥലത്ത് കൂടുതൽ പ്ലാന്റേഷൻ ചെയ്യുന്നതിനും കൂടുതൽ തെങ്ങുകൾ പറ്റുന്ന സ്ഥലത്തെല്ലാം തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കുകയും അതിനെ തുടർന്ന് ആ തെങ്ങുകൾ വളർച്ചയെത്തുന്നതിനൊപ്പം തന്നെ 3 കൊല്ലത്തോളം വാഴകൃഷി ചെയ്യുകയും മറ്റൊരു ഭാഗത്തായി 8 ഏക്കറിൽ നെൽകൃഷിയും ചെയ്തു വരുന്നു. ജലമെത്തിക്കുന്നതിനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ശരാശരി 16,000 കിലോ നെല്ല് ഇവിടെ ലഭിച്ചു വരുന്നു. അത് നേരിട്ട് സപ്ലൈകോയിൽ എത്തിക്കാറാണ് പതിവ്. കൊക്കോ കൃഷിയിൽ ഞാൻ ആദ്യം പരീക്ഷണം നടത്തുകയും ഒരു 250 എണ്ണം വെച്ച് പരീക്ഷിച്ചപ്പോൾ വളരെ ലാഭകരമാണെന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മുടെ ഈ ഉള്ള സ്ഥലത്ത് കൂടുതൽ നമുക്ക് വിളവ് ലാഭം തരുന്ന ഒരു കൃഷിയായിട്ട് കൊക്കോ മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഈ പഞ്ചായത്തിലെ പല ആളുകൾക്കും ഇതിനെപ്പറ്റിയുള്ള അറിവ് നൽകുന്നതിനുള്ള സഹായം കൂടി ഞാൻ ചെയ്തു. കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുളം ഉണ്ടാക്കിയതിൽ ഞാൻ ഒന്ന് രണ്ട് കൊല്ലം യാതൊരു കൃഷിയും ചെയ്യാതിട്ട് അതിനുശേഷം മത്സ്യകൃഷിയിലേക്ക് മാറുകയും ഇപ്പോൾ അതിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരിതാണ്. നീര പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീര ഒരു മാസത്തിൽ ഉണ്ടാക്കിയത് എൻ്റെ ഈ കൃഷിയിടത്തിൽ നിന്നാണ്.
കുരുമുളക് എല്ലാ തെങ്ങുകളിലും ഇത് കയറ്റിവിടാൻ പറ്റുന്ന എല്ലാ ബലവൃക്ഷങ്ങളിലും എല്ലാത്തിലും കുരുമുളകിൻ്റെ തൈകൾ വെക്കുകയും അത് കൂടുതൽ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല വിലയും ഇപ്പോൾ കുരുമുളകിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സിന് ഇവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സപ്പോട്ട, റംബൂട്ടാൻ, ലിച്ചി, അങ്ങനെ കൊയ്യ അങ്ങനെയുള്ള നാരങ്ങ, അതേ പ്ലം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഫ്രൂട്ട്സ് പുതിയതായിട്ട് വെച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊക്കോയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചോക്ലേറ്റ് ഉൽപാദനത്തിന് മറ്റുമാണ് കൊക്കോ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. മാർക്കറ്റിൽ ഏറെ ഡിമാൻഡുള്ള കൊക്കോ ആവശ്യക്കാർ കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് സംഭരിക്കുകയാണ് പതിവ്. ഇതുമൂലം ട്രാൻസ്പോർട്ടേഷനിലും മറ്റുമായി ഉണ്ടാകാവുന്ന നഷ്ടം കർഷകന് നികത്താൻ കാരണമാകുന്നു. തെങ്ങിനു പുറമെ വൻതോതിൽ അടയ്ക്കാമരങ്ങളും ഇവിടെ പരിപാലിക്കുന്നു. ഇവ ഉണക്കി നേരിട്ട് ലോക്കൽ മാർക്കറ്റുകളിൽ എത്തിക്കാറാണ് പതിവ്. ഇതിന് നല്ല വിലയും ലഭിക്കുന്നുണ്ട്. കരിമുണ്ട, പന്നിയൂർ എന്നീ ഇനത്തിൽപ്പെട്ട കുരുമുളകും ഇവിടെ കാണാം. ഇവ തെങ്ങുകളിലായാണ് പടർത്തിയിരിക്കുന്നത്. ഇതുമൂലം തെങ്ങിന് കൊടുക്കുന്ന വെള്ളവും വളവും കുരുമുളകിനും പ്രയോജനം ചെയ്യുന്നു. കുരുമുളക് ഉണക്കി സ്പൈസസ് ബോർഡിനും മാർക്കറ്റിലുമായി എത്തിക്കുകയാണ് പതിവ്. കൃഷി സഹായത്തിനായി ധാരാളം ജോലിക്കാരുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളെയും ഇവിടെ വളർത്തിവരുന്നു. ടർക്കി, വാത്ത, ഗിനി, യമു, മുട്ടക്കോഴി, നാടൻ കോഴി എന്നിവയും ഇതിനു പുറമെ കുട്ടനാടൻ താറാവും ഇവിടത്തെ ഒരു പ്രത്യേകത നിറഞ്ഞ കാഴ്ചയാണ്. ഇവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും പരിപാലിക്കുന്നതും അംബിക എന്ന സഹായിയാണ്. കാലത്ത് 8:30 വരും. വന്ന് കൃഷിസ്ഥലത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. കൊക്കോ പറിക്കും, കുരുമുളക് പറിക്കും, നെല്ലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നാളികേരത്തിൻ്റെ അങ്ങനെ വേണ്ടുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്യും. നീര ഉൽപ്പാദിപ്പിക്കുന്നത് ഒരാളുണ്ട്, അതിൽ ഹെൽപ്പർ ഒരാൾ. ഫിൽട്ടർ പ്രകാരം ട്രിപ്പ് ഇട്ടിട്ട് ട്രിപ്പിലൂടെയാണ് ജലം എത്തിക്കുന്നത്. അത് കാലത്ത് വന്നാൽ ഡെയിലി കഴുകും. അങ്ങനെ കഴുകി ജലം എല്ലാവിടേക്കും 2 മണിക്കൂർ പ്രകാരം ട്രിപ്പ് വഴി തുറന്നുവിട്ട് എത്തിക്കും. ഓപ്പൺ ഇടുന്നത് രാവിലെ 8:30 വന്ന് വർക്ക് ചെയ്താൽ 5 മണി വരെ ചെയ്യും. നമ്മൾക്ക് എത്ര വെള്ളം വേണോ ആ സമയം വരെ ഉപയോഗിക്കാം. അത് 2 മണിക്കൂറിന് മാറ്റി ഓരോ സ്ഥലത്ത് മാറ്റി കൊടുത്തോളണം. കായ് പറിക്കും, എന്നിട്ട് ഉണക്കി 5 ദിവസം കഴിഞ്ഞ് അത് ഉണക്കിയ ശേഷം പിന്നെ അവർ കമ്പനിക്കാർ നേരിട്ട് വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കും. ഇടയ്ക്ക് ഞങ്ങൾ പറിക്കും, അത് ഉണക്കി അവർ കച്ചവടക്കാർ വരും, അവർ വന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. മീൻ വളർത്തലും ഇവിടുത്തെ കൗതുകമാർന്ന മറ്റൊരു കാഴ്ചയാണ്. ഇതിനായി പ്രത്യേകം ഒരു കുളം തയ്യാറാക്കിയിരിക്കുന്നു. കഡ്ല, മൃഗാൾ, രോഹു, ഗ്രാസ് കാർപ്പ് മുതലായ മീനുകളും വളർത്തിവരുന്നു. മുപ്പത്തേഴ് തെങ്ങുകളിൽ നിന്നുമായി നീര ഉൽപ്പാദിപ്പിക്കുന്നു. കുട്ടികളൊക്കെ വന്ന് നോക്കുന്നുണ്ട് എല്ലാ സ്കൂളിൽ നിന്നും. അവർക്ക് ഈ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ, കാലഘട്ടത്തിൽ പോയ സാധനങ്ങൾ ഞങ്ങൾ ഒരുപാട് ഭാഗത്തുനിന്ന് പല കൃഷിക്കാരും തരാതെ ഇരുന്നുണ്ടായിരുന്നു. ഞങ്ങളത് ഇങ്ങനെ ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ അത് തരാൻ തയ്യാറായിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നെൽകൃഷി, തെങ്ങ്, കൊക്കോ, വാഴ, പച്ചക്കറി കൃഷി, പിന്നെ കോഴി വളർത്തൽ, ആട് വളർത്തൽ, പശു എല്ലാം ഉണ്ട്. സ്വന്തമായിട്ട് നമ്മൾക്ക് കുറച്ചെങ്കിലും പഠനത്തോടൊപ്പം കൃഷിയും നമ്മൾക്കുള്ള ഭക്ഷ്യ യോഗ്യമായിട്ടുള്ള വിഷമുക്തമായിട്ടുള്ള പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കി നമ്മളെ കൊണ്ടാവുന്ന കുറച്ചെങ്കിലും ചെയ്തിട്ട് വരും തലമുറകൾക്ക് ഒരു മാതൃകയായി കാട്ടാനും കൂടിയാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. ഇതിനു പുറമെ വീട്ടാവശ്യത്തിനായി തേങ്ങ ഉണക്കി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു.
വിളവെടുത്ത നാളികേരം മാർക്കറ്റിൽ വിൽക്കുന്നതിനു പുറമെ വെയിലിൽ ഉണക്കി കൊപ്രയാക്കിയ ശേഷം വിൽക്കുകയാണ് പതിവ്. കേരളത്തിന്റെ പ്രധാന കൃഷിവിളയായ നാളികേരം ഇവിടെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു. തെങ്ങിൽ നിന്നും ലഭിക്കുന്ന തേങ്ങകളും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഈ കർഷകൻ നല്ല രീതിയിൽ കൃഷി അനുബന്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോരുന്നു. കാലം മാറിയതോടെ കർഷകരും കാർഷിക വൃത്തിയും കന്നും കളപ്പുരകളും നമ്മുടെ ഉമ്മറം വിട്ടിറങ്ങി. പകരം ആധുനിക ജീവിതമാർഗങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. പോയ കാലത്തെ സുഭിക്ഷ ദിനങ്ങളെക്കുറിച്ച് വരും തലമുറയ്ക്ക് സാക്ഷ്യമാകുവാൻ ഇനിയുള്ളത് ഈ കളപ്പുരയും ഇത്തിരിവട്ടവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന കരുതലുമാണ്. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും കാർഷിക രീതികളും കളപ്പുരകളും വീണ്ടും ഉയർന്നു വരുമ്പോൾ മാത്രമാണ് പോഷക ഗുണമുള്ള പച്ചക്കറികളും മറ്റു ഭക്ഷ്യവസ്തുക്കളും സമൃദ്ധമാകുന്നത്. ഒപ്പം ആരോഗ്യമുള്ള ജനതയും. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേരാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കാൻ ത്രിതല മാനേജ്മെന്റ് സംവിധാനം. വിശദമായ വാർത്തകളിലേക്ക്. നാളികേരാധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സംരംഭകർക്ക് നാളികേര വികസന ബോർഡ് സാമ്പത്തിക സാങ്കേതിക സഹായം നൽകുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ നീര, ചോക്ലേറ്റ്, കുക്കീസ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് ആകെ തുകയുടെ 25% പരമാവധി 50 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 0484 237 6265. കാർഷിക മേഖലയിലടക്കം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനായുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയുടെ ഉദ്ഘാടനം ഈ മാസം 16 ഡൽഹി വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. കേരള ക്ഷീര കർഷക ക്ഷേമനിധിയുടെ സോഫ്റ്റ്വെയറായ ക്ഷീരജാലകത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2016 ഫെബ്രുവരി 10 നടത്തുന്നു. അതോടനുബന്ധിച്ച് ക്ഷേമനിധി അദാലത്ത്, ഓൺലൈനായി ലൈഫ് സർട്ടിഫിക്കറ്റ് മെമ്പർഷിപ്പും സ്വീകരിക്കൽ, എക്സിബിഷൻ തുടങ്ങിയവയും ഉണ്ടായിരിക്കും. കേരളത്തിലെ ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനായി ത്രിതല മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുന്നു. മുഖ്യമന്ത്രി ചെയർമാനായുള്ള വെറ്റ്ലാൻഡ് അതോറിറ്റി, ചീഫ് സെക്രട്ടറി ചെയർമാനായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി, വെറ്റ്ലാൻഡ് ബോർഡ് എന്നിവ അടങ്ങുന്നതാണ് ത്രിതല മാനേജ്മെന്റ് സംവിധാനം. സർക്കാർ സമർപ്പിക്കുന്ന മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് കേരളത്തിലെ തണ്ണീർത്തട ജലാശയ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകും. 1/2 ഏക്കറിൽ കുറയാതെ കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്ക് കോഫി ബോർഡിൽ നിന്ന് ചെറിയ യന്ത്രങ്ങൾ വാങ്ങാൻ ധനസഹായം നൽകുന്നു. കാടുവെട്ടി, കുഴിയെടുക്കൽ യന്ത്രം, അറക്കവാൾ, ഷേഡ് ലേപ്പിംഗ് മെഷീൻ, സ്പ്രേയർ, ട്രാക്ടർ, ടില്ലർ എന്നിവ വാങ്ങാൻ ധനസഹായം നൽകും. ട്രാക്ടർ, ടില്ലർ എന്നിവയ്ക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ നൽകും. നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിനും ധനസഹായമുണ്ട്. 10-20 കർഷകരടങ്ങിയ ഗ്രൂപ്പുകൾക്ക് വയനാട് ചുണ്ടൽ കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് പരിശീലനവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04936 202300.
സപ്ലൈകോ നെല്ല് സംഭരണം 2015-16 വർഷത്തിലെ രണ്ടാം സീസൺ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2016 ജനുവരി 1 മുതൽ 2016 മെയ് 31-നകം സംഭരിപ്പിക്കേണ്ട നെല്ലിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 31-ാം തീയതി വരെ നടത്താവുന്നതാണ്. ഇന്റർനെറ്റ് സൌകര്യമുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് കർഷകർക്ക് നേരിട്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കർഷകർ പഴയ രജിസ്റ്റർ നമ്പർ നൽകി രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം വിശദവിവരങ്ങൾ കൃഷിഭവനിൽ സമർപ്പിക്കണം. നെല്ല് സംഭരിക്കുന്ന തീയതി, സംഭരണ കേന്ദ്രം എന്നിവ കർഷകരെ അറിയിക്കുന്നതാണ്. സപ്ലൈകോയുടെ വെബ്സൈറ്റും വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും www.supplycopaddy.in, നമ്പർ 9497714803, മറ്റൊരു നമ്പർ 9497714802. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,800 രൂപ, കോഴിക്കോട് 9,400 രൂപ, തൃശൂർ 8,600 രൂപ. കൊപ്ര കൊച്ചി 6,010 രൂപ, കോഴിക്കോട് 6,150 രൂപ, തൃശൂർ 5,980 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 17,250 രൂപ, ചുക്ക് ബെസ്റ്റ് 18,750 രൂപ. മഞ്ഞൾ സേലം 11,100 രൂപ, മഞ്ഞൾ ഈറോഡ് 11,300 രൂപ. അടയ്ക്ക പഴയത് 25,500-നും 26,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,700 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8,800 രൂപ, കൊപ്ര 6,010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 17,250 രൂപ, ചുക്ക് ബെസ്റ്റ് 18,750 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 22,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 420-നും 440-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9,700 രൂപ. ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കമ്പോള അവലോകനം. പുതിയ കുരുമുളകിനൊപ്പം പഴയ ചരക്കും വിൽപ്പനയ്ക്കെത്തിയത് പ്രമുഖ വിപണികളിൽ സമ്മർദ്ദമുളവാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും കുരുമുളകിന് ഡിമാൻഡ് മങ്ങിയതിനാൽ 200 രൂപ കുറഞ്ഞ് 66,000 രൂപയായി. കാർഷിക മേഖലകളിൽ കുരുമുളക് വിളവെടുപ്പ് പുരോഗമിക്കുന്നു. ചുക്ക് വില താഴ്ന്നു. വിവിധയിനം ചുക്കിന് 500 രൂപ കുറഞ്ഞാണ് ഇടപാടുകൾ പുനരാരംഭിച്ചത്. ഉൽപാദന മേഖലകളിൽ നിന്ന് കൂടുതൽ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയത് മൂലം മികച്ച ഇനം 18,750-ലേക്ക് താഴ്ന്നു. വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. ഗ്രാമീണ മേഖലകളിൽ നിന്ന് പച്ചത്തേങ്ങയും കൊപ്രയും വിൽപ്പനയ്ക്കെത്തിയെങ്കിലും മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം നിയന്ത്രിച്ചത് വിപണിക്ക് താങ്ങായി. റബ്ബർ വില വീണ്ടും ഇടിഞ്ഞു. 4-ാം ഗ്രേഡ് റബ്ബർ കിലോ 97 രൂപയായും 5-ാം ഗ്രേഡ് 90 രൂപയായും കുറഞ്ഞു. സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനക്കാരായത് തളർച്ച രൂക്ഷമാക്കി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6 23, കൊച്ചി 33.4 24, ആലപ്പുഴ 36 23.1, പുനലൂർ 34.6 19, തിരുവനന്തപുരം 34.4 23 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.